എൻ്റെ പേര് N.r Pillai എന്നാണ്. ഞാൻ ONGCയിലെ ജനറൽ മാനേജറായിരുന്നു. ഞാൻ 35 കൊല്ലത്തെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ടെക്ഷോറിൻ്റെ കോഴ്സ് ഡയറക്ടറാണ്. ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രീസിൽ 2 ടൈപ്പ് ഓപ്പറേഷനുണ്ട്. ഒന്ന് ഓൺഷോർ, ഒന്ന് ഓഫ്ഷോർ. ഓൺഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാൻഡിൽ വർക്ക് ചെയ്യുന്നതിനാണ് ഓൺഷോർ എന്ന് പറയുന്നത്. ഓഫ്ഷോർ എന്ന് പറഞ്ഞാൽ ഏത് വാട്ടർ ബോഡീസിൽ എവിടെ ഉണ്ടെങ്കിലും, സീ ആണെങ്കിലും ലുവലായാലും അവിടെ എല്ലാം വർക്ക് ചെയ്യുന്നതിനാണ് ഓഫ്ഷോർ എന്ന് പറയുന്നത്. ഈ ഇന്ത്യയിൽ തന്നെ നമുക്കിപ്പം 150 ഓൺഷോർ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 150 ഓഫ്ഷോർ ഓപ്പറേഷനും നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചാൻസ് വളരെ വലിയ ചാൻസാണ് ഇവിടെ പഠിച്ചിട്ട് പോകുന്ന പിള്ളേർക്ക് കിട്ടാൻ പോകുന്നത്. എന്നുവെച്ചാൽ ഈ ചാൻസ് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഹോൾഡർ ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും അതേസമയം +2 ആണെങ്കിലും അവർക്കെല്ലാം ജോലി കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അവരുടെ ലെവൽ അനുസരിച്ചിട്ട് അവർക്ക് വേറെ ഹയർ ജോബ് കിട്ടാനും ചാൻസാണ്. ഇപ്പോൾ ഒരാൾ ഏറ്റവും താഴ്ന്ന ഡെറിഗ്മാനായിട്ടോ ജോയിൻ ചെയ്താൽ അയാൾക്ക് അസിസ്റ്റൻറ്റ് ഡ്രില്ലറോ അതേ സൂപ്പറിൻഡിങ് എഞ്ചിനീയറോ ആവാൻ വളരെ ടൈമില്ല. ഇപ്പം വളരെ ഷോർട്ടാണ്. ഓയിൽ ഇൻഡസ്ട്രീസിൽ വളരെ ഷോർട്ടായിട്ടാണ് എക്സ്പീരിയൻസ് പീപ്പിൾ. ഇപ്പം ഈവൻ ONGC തന്നെ എല്ലാവരും പ്രൈവറ്റ് കമ്പനിയിൽ പോകുന്നുണ്ട്. എല്ലാ പ്രൈവറ്റ് കമ്പനീസും ഇപ്പം വെളിയിൽ നിന്ന് വന്നാലും എബ്രോഡിൽ നിന്ന് വരുന്ന ആൾ പ്രൈവറ്റ് കമ്പനീസ് ആർ വർക്കിംഗ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ചാൻസ് ഇപ്പം വർക്കിംഗ് ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവർക്കും എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുമെന്നുള്ളേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ എഫിഷ്യൻസി അനുസരിച്ചിട്ട് താഴേന്ന് മുകളിലും. ഈ പ്രൊമോഷൻസ് ആർ ഓൾ ബേസ്ഡ് ഓൺ മെറിറ്റ് ആസ് വെൽ ആസ് ഇയർ വൈസ്. If you are 2 years in derrickman, you may become a assistant driller, assistant technician within 2 years. So അങ്ങനെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എളുപ്പം പോകും. പിന്നെ ഒന്ന് ഹയർ റെമ്യൂണറേഷൻ. ഏറ്റവും റെമ്യൂണറേഷൻ കിട്ടുന്ന ഒരു ഫീൽഡാണ് ഓയിൽ ഇൻഡസ്ട്രി. വേറൊരു കമ്പനിയിൽ ഇങ്ങനെ കിട്ടത്തില്ല. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 14 days ഓണും ഓഫുമാണ്. അത് ഇൻ്റർനാഷണൽ ആണ്. 28 days. ഈ 28 days നിങ്ങൾ വർക്ക് ചെയ്യുകയാണ് ഓൺഷോറിലോ ഓഫ്ഷോറിലോ. അത് കഴിഞ്ഞ് 28 days നിങ്ങൾക്ക് എയർ ടിക്കറ്റും എവറിത്തിങ് വിൽ ബി അവൈലബിൾ. യു ക്യാൻ സ്റ്റേ ഇൻ യുവർ ഹോം. സോ യു ഗോട്ട് ആൻ അഡ്വാൻറ്റേജ്. 28 വർക്കിംഗ് ഡേയ്സ് in rig or a platform and then comes to your home and enjoy your life in your home. അപ്പോൾ ആ അഡ്വാൻറ്റേജ് കൊണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഇപ്പോഴത്തെ ഏറ്റവും വളരെ ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ FPSO, ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം, ഫ്ലോട്ടിംഗ് പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, FPSO. അതിനകത്താണെങ്കിൽ ഇപ്പം ഈ കേരളത്തിൽ നിന്ന് തന്നെ, കൊച്ചിയിൽ നിന്ന് തന്നെ എവരിബഡി ഈസ് ഗോയിങ് ടു നൈജീരിയ ആൻഡ് അതർ പ്ലേസസ്. അവിടെ 28 days ഈ FPSOയിൽ വർക്ക് ചെയ്തിട്ട് അവർ വരുവാണ്. അതേസമയം FPSO കൺസെപ്ഷൻ എല്ലായിടത്തും ഉണ്ട്. അതുപോലെ ഈ പ്രോഗ്രാം ഇപ്പോൾ ഇന്ത്യയിലും FPSO തുടങ്ങാൻ പോവുകയാണെന്ന് കേട്ടിട്ടുണ്ട്. FPSCയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമും റിഗും ഒന്നും ഉണ്ടാക്കേണ്ട, എല്ലാം അവർ തന്നെ ഷിപ്പിൽ കൊണ്ടുവരും. ഒരു ഷിപ്പ് കൊണ്ടിട്ട് നമുക്ക് എല്ലാം ഡ്രില്ലിങ് ചെയ്യാം, പ്രൊഡ്യൂസിങ് ചെയ്യാം, ട്രാൻസ്പോർട്ട് ചെയ്യാം, സ്റ്റോറേജ് ചെയ്യാം, എല്ലാം ചെയ്യാം. അതുകൊണ്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് FPSO ടെക്നോളജി അനുസരിച്ചിട്ട് ജോലി കിട്ടാൻ വളരെ പ്രോസ്പെക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഈ കേരളത്തിൽ നിന്ന് തന്നെ FPSCയിൽ ഡിഫറെൻറ്റ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രോസ്പെക്ട്സ്. സോ ഇവിടെ പഠിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഞങ്ങൾ ഈ FPSO പറ്റിയും പഠിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ സിസ്റ്റം എങ്ങനെയാണ്, അത് ഡ്രില്ല് എങ്ങനെ ചെയ്യും, പ്രൊഡ്യൂസ് എങ്ങനെ ചെയ്യും, സ്റ്റോറേജ് എങ്ങനെ ചെയ്യും, സപ്ലൈ എങ്ങനെ ചെയ്യും, ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കോഴ്സ് പഠിപ്പിച്ചിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയത്തിൻ്റെ ഒരു ഡിഗ്രിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ജോബ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ടെക്ഷോർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത് 2010-ലാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 2013-ലാണ്.
അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഈ പീരീഡിൽ ഞങ്ങൾ 13,000 സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്ത് അവർ എക്സാം നടത്തി അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. ഈ സർട്ടിഫിക്കേഷൻ കൊടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്റ്റഡീസ് ആണ്. ആക്ച്വലി നമ്മൾ ഇപ്പം ഒരു പെട്രോളിയം ഇൻഡസ്ട്രീസിൽ ഒരു ജോലി വേണമെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇത് നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും നമ്മൾ മാത്രമേ ഈ ടെക്ഷോർ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാനൊക്കൂ. അതനുസരിച്ചിട്ട് നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ടെക്ഷോർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചാൻസ് കൂടുകയും ചെയ്യും. നിങ്ങൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും പെട്രോളിയം ഇൻഡസ്ട്രിയിൽ സപ്ലൈ ചെയ്യാം.